നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കോട്ടൂർ എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കുറ്റിച്ചൽ പഞ്ചായത്തിൽ കോട്ടൂർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലെ പ്രകൃതിരമണീയമായ പ്രദേശം അഗസ്ത്യകൂട കാടുകളോട് ചേർന്ന് കിടക്കുന്ന മാമലത്തടങ്ങൾ, കോട്ടകളാൽ ചുറ്റപ്പെട്ട ഊര് തന്നെയാണ് കോട്ടൂർ. പ്രകൃതിദത്തമായ കോട്ടകൾ മാത്രമല്ല, മനുഷ്യനിർമ്മിതമായ കോട്ടകളും ഇവിടെ നിലനിന്നിരുന്നു എന്ന് തന്നെയാണ് സ്ഥലനാമ പഠനങ്ങൾ നൽകുന്ന സൂചന. കോട്ടയുണ്ടെങ്കിൽ അവിടെ അധികാര സ്ഥാനങ്ങളോ സൈനിക സങ്കേതമോ മതശാലകളോ നിലനിന്നിരുന്നതായി കണക്കാക്കാം. ഇവ മൂന്നും നിലനിന്നിരുന്ന ഒരു പഴയകാല പട്ടണം തന്നെയാണ് കോട്ടൂർ. ഉത്തരങ്കോടിന് സമീപമുള്ള കൊട്ടാരത്ത് നടയും പട്ടക്കുടിയും വാഴപ്പള്ളിയുമൊക്കെ കോട്ടയ്ക്കുള്ളിലെ രഹസ്യം വിളിച്ചോതുന്നു. കൊട്ടാരം ആദ്യ ആയന്മാരിൽപ്പെട്ട ഏതോ രാജാവിൻ്റേതാകാം. അതല്ലെങ്കിൽ പ്രവിശ്യയുടെ ആസ്ഥാനമായിരുന്നിരിക്കാം. അതുമല്ലെങ്കിൽ നാടുവാഴി ആസ്ഥാനം ആയിരുന്നിരിക്കാം. എന്തായാലും കോട്ടയും കൊട്ടാരം തമ്പുരാനുമൊക്കെ ഇന്ന് പഴമ്പാട്ടിലെ ഈരടികൾ. നാടിൻ്റെ നായകനായിരുന്ന തമ്പുരാൻ ഈശ്വര സങ്കല്പമായി ഇന്നും ഇവിടെ ഗ്രാമമനസ്സിൽ നിലകൊള്ളുന്നു. പട്ടക്കുടി എന്ന സ്ഥലനാമം പടകുടിയിൽ നിന്നും രൂപപ്പെട്ടതാണ്. പടകുടിക്ക് പാളയം എന്നാണ് അർത്ഥം, അതായത് പഴയകാല പട്ടാളത്താവളം. പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു വിദ്യാഭ്യാസവും ചികിത്സയുമൊക്കെ. കുന്നപ്പള്ളി എന്ന വാഴപ്പള്ളി അക്ഷരായുധ കളരിയായിരുന്നിരിക്കാം. അഗസ്ത്യകൂട മലനിരകളിൽ കിഴക്ക് നിന്ന് ഇടയന്മാർ എത്തുന്നതിനും വളരെ മുമ്പ് തന്നെ കോട്ടൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗോത്രഭരണം നിലനിന്നിരുന്നു. AD 798 ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലേമാല എന്ന കൃതിയിൽ വിജയപുരിയിലെ രാജകുമാരിയെ സ്വന്തമാക്കാൻ സഹ്യപർവ്വതം താണ്ടി വരുന്ന കുവലേചന്ദ്രൻ എന്ന രാജകുമാരനെ ഭില്ലപതിയുടെ പടയാളികൾ തടയുന്നുണ്ട്. ഒരു ജൈനമുനിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഭില്ലന്മാർ പിന്മാറുന്നത്. വിജയപുരി വിഴിഞ്ഞമാണെന്നും ഭില്ലപതിയുടെ നാട് വേടനാട് എന്നറിയപ്പെട്ടിരുന്ന കോട്ടൂർ ഭാഗമാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നു. വേടനാടിൻ്റെ ആസ്ഥാനം ഇന്നത്തെ വില്ലുചാരി എന്ന പ്രദേശമായിരുന്നതായി കരുതുന്നു. വില്ലുചാരി എന്ന സ്ഥലനാമത്തിന് വേടനുമായി ബന്ധമുണ്ട്. വില്ലി എന്നാൽ വേടനെന്നും ചാരി എന്നാൽ പടയാളി എന്നുമാണ് അർത്ഥം. വേടഗോത്ര തലവന്മാരെ വില്ലിച്ചാര് എന്ന് വിളിച്ചിരുന്നു. ചാര് എന്നത് പഴയ കാലത്തെ ഒരു ഉപചാരപദമാണ്. എന്തായാലും വില്ലുചാരി എന്ന സ്ഥലനാമം വേടഗോത്രം സമ്മാനിച്ചതാണെന്ന് വ്യക്തം. ആയത്തുനട, കാവടിമൂല തുടങ്ങിയ സ്ഥലനാമങ്ങൾ കുറ്റിച്ചലിൽ ഏതോ കാലത്ത് നിലനിന്നിരുന്ന ഭരണ സംവിധാനങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പഴയകാല ചുങ്കച്ചാവടി നടയാണ് ആയത്തുനട. രാജഭരണകാലത്തെ മുതലെടുപ്പ് ഉദ്യോഗസ്ഥനെയാണ് കാവടി എന്ന് വിളിച്ചിരുന്നത്. കള്ളം തെളിയിച്ചിരുന്ന കള്ളിയലും പുള്ളികളെ പാർപ്പിച്ചിരുന്ന പുള്ളിയോടും കാര്യവിചാരം നടത്തിയിരുന്ന കാര്യോടുമൊക്കെ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി വീണുകിട്ടിയ സ്ഥലനാമങ്ങളാകാം. ഒരു കാലത്ത് കോട്ടൂർ പ്രദേശം ജനസാന്ദ്രതയേറിയ പട്ടണപ്രദേശമായിരുന്നു. കള്ളിക്കാട് മുതൽ ആരനാട്, ചെറുമഞ്ച വരെ നീളുന്ന പട്ടണപ്രദേശം. കമ്പോളങ്ങളും കളരികളും ചികിത്സാ കേന്ദ്രങ്ങളുമൊക്കെയുള്ള വിശാലമായ പട്ടണം. എലിമലയും കുന്നഞ്ചേരിയുമൊക്കെ പട്ടണത്തിൻ്റെ ഭാഗമായിരുന്നു. എയില് മലയാണ് എലിമലയായി പരിണമിച്ചത്. എയില് എന്നാൽ പട്ടണം എന്നാണ് അർത്ഥം. ചേരിക്കും പട്ടണം എന്ന് അർത്ഥമുണ്ട്. കോട്ടൂരിലെ ആദ്യകാല ജാതികൾ വേടരും ഇടയരുമാണ്. പാണനും കണിയാനും കുറവനുമൊക്കെ സംഘകാലം മുതൽ ഇവിടെ പാർത്തിരുന്നു.
പറക്കോണം, പട്ടാണിപ്പാറ, തച്ചങ്കോട്, പാണൻകുഴി, കണിയാൻകുഴി, നാഞ്ചിപ്പാറ തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്ന വൈവിധ്യമാർന്ന ജാതി വ്യവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 10-ാം നൂറ്റാണ്ടിന് ശേഷം ഈ മേഖലയിൽ ശക്തമായ ബ്രാഹ്മണ കുടിയേറ്റമുണ്ടായി. മടത്തിക്കോണം, ചമതവട്ടം, ഭഗവതിക്കുന്ന്, തേവരുവിള എന്നിവയൊക്കെ ആര്യവർഗ സംഭാവന തന്നെ. ബ്രാഹ്മണർക്ക് ഊട്ടുള്ള ഒരു ആര്യപ്പള്ളിയും ഇവിടെയുണ്ടായിരുന്നു. തിരുവക്കിരം പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെട്ടിരുന്നത്. ബ്രാഹ്മണർക്കു നൽകുന്ന ഊട്ടിനെ തിരുവക്കിരം എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്നാകാം ഈ പേരുണ്ടായത്. ഈ പ്രദേശം ഇപ്പോൾ തിരുവപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ബ്രാഹ്മണർ സ്ഥാപിച്ച തേവർക്കാവ് മഹാദേവർ ക്ഷേത്രം ശൈവ വൈഷ്ണവ സംഘർഷത്തിൽ തകരുകയായിരുന്നു. ഷൊർളക്കോട് പാതയോരത്തെ മങ്കാരമുട്ടം ശിവക്ഷേത്രം, കോളൂർ ശിവക്ഷേത്രം, തേവരുകോണം മഹാദേവർ ക്ഷേത്രം, കത്തിപ്പാറ ക്ഷേത്രം, കോട്ടൂർ തേവർകാവ് ക്ഷേത്രം എന്നിവയെല്ലാം വൈഷ്ണവ ഭക്തരായ പാണ്ടിപ്പട ഒരു കാലത്ത് തകർത്തെറിഞ്ഞ ശൈവക്ഷേത്രങ്ങളാണ്. കോട്ടൂർ തേവർകാവ് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം. ജാതിനാമം സ്ഥലനാമമായി മാറിയ മറ്റൊരു പ്രദേശമാണ് എരുമക്കുഴി. എരുമാൻകുഴിയാണ് വാങ്മയത്തിൽ എരുമക്കുഴിയായത്. നായന്മാരിൽ ഒരു വിഭാഗമാണ് എരുമാന്മാർ. ഇവർ കളരിക്കുറുപ്പന്മാരാണ്. വീരശൂരന്മാരായ ഇവർക്ക് മണിയാണികൾക്ക് തുല്യമായ സ്ഥാനം നൽകിയിരുന്നു. ആദിദ്രാവിഡ സംസ്കാരം ആഴത്തിൽ വേരോടിയ മണ്ണാണ് കോട്ടൂർ. മുണ്ടണിയും മുതിയാവും മാടനും മറുതയും കരിങ്കാളിയും മന്ത്രമൂർത്തിയും കാലാട്ടു തമ്പുരാനും ആയിരവല്ലിയും മുത്തന്മാർക്കുമൊക്കെ വച്ചാരാധനയുള്ള ഗ്രാമം. അഗസ്ത്യമുനിക്കും ഗണപതിക്കും ആര്യദ്രാവിഡ വ്യത്യാസമില്ലാതെ പിന്തുണയുള്ള ഗ്രാമം. അരുവിമുപ്പത്തിയമ്മ ക്ഷേത്രം, മുണ്ടണിമാടൻ ക്ഷേത്രം, നടുവച്ചാൽ തമ്പുരാൻ ക്ഷേത്രം, കൊട്ടാരത്തുകോണം തമ്പുരാൻ ക്ഷേത്രം, ബ്ലാവട്ടി അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം എന്നിവയൊക്കെയാണ് ഇവിടത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. മിക്ക ക്ഷേത്രങ്ങളിലും പൂജാരിമാർ കാണിക്കാർ തന്നെ. ബ്ലാവട്ടി ക്ഷേത്രത്തിൽ പരശുരാമ പ്രതിഷ്ഠയുമുണ്ട്. ആയി ഭരണകാലത്ത് കോട്ടൂർ പ്രദേശം അഭിവൃദ്ധിയുടെ നെറുകയിലായിരുന്നു. കൊല്ലത്തേക്കും അംബാസമുദ്രത്തിലേക്കുമുള്ള പാതകൾ വാണിജ്യ വികസനത്തിന് നിർണായകമായി. എന്നാൽ ആയി തലസ്ഥാനം വിഴിഞ്ഞത്തേക്ക് മാറ്റിയതും തുടർച്ചയായ പാണ്ഡ്യചോള യുദ്ധങ്ങളെ തുടർന്ന് മലമ്പാതകൾ അടച്ചതും ഈ മേഖലയുടെ സമ്പദ്ഘടനയെ അവതാളത്തിലാക്കി. കാർഷിക നിശ്ചലാവസ്ഥ കുടിയൊഴിയാൻ കനത്ത പ്രേരണയായി. ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ പിന്നീട് കാടായി. നൂറ്റാണ്ടുകൾ ആ സ്ഥിതി തുടർന്നിരിക്കാം. സംരക്ഷിത വനമായ കാപ്പുകാടും ഇടതൂർന്ന വനമായ പച്ചക്കാടും ഉയർന്ന കാടായ കാഞ്ഞിരംകാടും പച്ചവിരിച്ച മുക്കാടും കാട്ടുകണ്ടവുമൊക്കെ ഇന്നും സ്ഥലനാമങ്ങളായി ഇവിടെ അവശേഷിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ വീണ്ടും ഒരു കുടിയേറ്റമുണ്ടായി കാടുതടിയാൻ വീണ്ടും കാലം കുറെ വേണ്ടിവന്നു. കുറ്റവാളികളെ ഒരു കാലത്ത് നാടുകടത്തിയിരുന്നത് കോട്ടൂർ കാടുകളിലേക്കാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ദിവാൻ CP രാമസ്വാമി അയ്യർ ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കോട്ടൂർ കാടുകളിലേക്ക് നാടുകടത്തിയിട്ടുണ്ട്. 1940-കളിൽ സഞ്ചരിക്കുന്ന വൈദ്യശാല കോട്ടൂർ പാങ്കാവ് പ്രദേശങ്ങളിൽ ചികിത്സ നൽകാൻ എത്തിയിരുന്നു. 1956-ലാണ് ആയുർവേദ ആശുപത്രി തുറന്നത്. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.